ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ബീഡ്സൊക്കെ നമ്മൾ തുണിയിൽ എങ്ങനെയാണ് തുന്നി കൊടുക്കുന്നതെന്ന്. അപ്പോൾ ബീഡ്സ് തുന്നാനായിട്ട് പല മെത്തേഡുകളുണ്ട്. അതിൽ ചില മെത്തേഡുകളൊക്കെയാണ് ഇതിൽ നിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നമുക്കത് 2 പാർട്ടാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുന്നാനായിട്ട് നൂലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ 2 സൈഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ മാത്രമാണ് അധികം കെട്ടിട്ട് കൊടുക്കാറുള്ളത്. കാരണം നമ്മൾ തുന്നിയെടുക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നെന്ന് വെച്ചാൽ നമുക്ക് ആ സൂചി ഊരിയെടുത്തിട്ട് ചെയ്യാനായിട്ട് കഴിയും. ഒരു ഭാഗത്ത് മാത്രം കെട്ടിയിട്ട് കൊടുത്താൽ. മറ്റത് നമ്മൾ നൂലൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും ആദ്യം മുതൽ പുതിയ നൂലൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് തുന്നാനായിട്ട് പല മെത്തേഡുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ ലൈനിൽ മൊത്തമായിട്ടൊരു മുത്ത് വെച്ചിട്ടൊരു ലൈന് ചെയ്യുമ്പോൾ അതെല്ലാം നമ്മൾ അവിടെ ഇവിടെ ഇങ്ങനെ സ്കാറ്ററായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പലതും നമുക്കതിൽ നോക്കണം. കാരണം മുത്ത് നമ്മൾ സാധാരണ തുന്നി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു ലൈന് വരച്ചു കൊടുക്കാം. അതിലെങ്ങനെയാണെന്ന് നമുക്ക് തുന്നുന്നത് നോക്കാം. അപ്പോൾ ഒരു ലൈനിൽ നമ്മൾ എങ്ങനെയാണ് മുത്തുകളൊക്കെ തുന്നി കൊടുക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 2 മുത്തെടുത്തിട്ടൊന്ന് തുന്നി കൊടുക്കുക. ഈ ചെറിയ ചെറിയ മുത്തുകളൊക്കെ തുന്നാൻ വേണ്ടിയിട്ട് ചെറിയ നേർത്ത സൂചിയൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഇതുപോലെ ഒന്ന് തുന്നി കൊടുത്തിട്ട് ബാക്ക് സ്റ്റിച്ച് അറിയുന്നുണ്ടാകും. കുറച്ച് മുന്നിൽ പോയിട്ട് അടുത്തൊരു സ്റ്റിച്ച് എടുക്കുക, അതിൻ്റെ കുറച്ച് മുന്നിലായിട്ട്. എന്താ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് എടുത്തിട്ട് അതിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2 മുത്തുകൾ കോർത്തിട്ട് തുന്നി കൊടുക്കുക. ഇതാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ തുന്നി എടുത്തത് മുന്നിലാണ്, എന്നിട്ട് അത് തുന്നി കൊടുക്കുന്നത് ബാക്കിലാണ്. അപ്പോൾ ബാക്ക് സ്റ്റിച്ച്. ഇനി അടുത്ത സ്റ്റെപ്പ് അതേപോലെ കുറച്ച് മുന്നിലായിട്ടൊന്ന് തുന്നിയെടുത്തിട്ട് അതിൽ 2 മുത്തുകൾ കോർത്തിട്ട് അതിൻ്റെ ബാക്കിലേക്കൊന്ന് തുന്നി കൊടുക്കുക. ഇങ്ങനെ നമുക്കൊരു ലൈന് ഫില്ല് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ നമ്മളൊരു ഷേപ്പിൽ എന്തെങ്കിലും ഒരു ഷേപ്പൊക്കെ വരച്ചിട്ട് മുത്തുകൾ ഇതേപോലെ തുന്നി കൊടുക്കുകയാണെങ്കിലും ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഒരു ലൈനിൽ ചെയ്തിട്ട് ഇത് ഫിനിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നത്, പിന്നെ സ്റ്റിച്ച് എങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് അത് കട്ട് ചെയ്തെടുക്കുന്നതെന്നും കൂടെ ഒന്ന് കാണിക്കാം. കണ്ടതിൻ്റെ താഴെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തുന്നിക്കൊടുത്തതിൻ്റെ താഴെ, അതായത് മറുവശത്ത് ഇങ്ങനെയാണ് സ്റ്റിച്ച് വന്നിട്ടുള്ളത്. നമുക്കതെങ്ങനെയാണ് അതൊന്ന് ഫിനിഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ നിർത്തിയ ഒരു നൂലിൻ്റെ ഇതാണ്
ഇനി അതിൻ്റെ തൊട്ട് മുമ്പ് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ സൂചി കടത്തി വിട്ടിട്ട് ആദ്യം 1-2 കെട്ടിട്ട് കൊടുക്കുക. ഇതേപോലെ വലിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുക. ഇതെല്ലാം നമുക്കിനി ആ ഒരു തുണിയോട് ചേർത്തൊന്ന് തുന്നി കൊടുത്താലും കുറച്ചുകൂടെ ഉറപ്പിൽ നിൽക്കും കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് കാണിച്ചെന്നേ ഉള്ളൂ. നമുക്ക് പലർക്കും പല ഐഡിയാസും ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ ആദ്യം വലിച്ച് ഒന്ന് ലോക്കിട്ട് കൊടുത്തിട്ട് അതിനുശേഷം ഇങ്ങനെ ഒന്ന് കോർത്തെടുത്തിട്ട് ഈ 2 ഭാഗത്തും ഇതേപോലെ ഒരു നൂല് വരുമല്ലോ, ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും, എന്നിട്ട് അതൊന്ന് ഇതേപോലെ വലിച്ചു പിടിച്ചൊരു കെട്ടിട്ട് കൊടുക്കുക. 1-2 കെട്ട് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ സേഫായിട്ട് നിൽക്കും. താഴെ ഒന്ന് നമ്മൾ വിരൽ വെച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ തുന്നി വെച്ച മുത്തൊക്കെ ഒന്നിങ്ങനെ ഇളകി നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് മുത്തുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെത്തേഡ്, മുത്തുകളൊക്കെ ഒരു ലൈനായിട്ട് തുന്നി കൊടുക്കുന്നതിനുള്ള. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ലൈനായിട്ട് എങ്ങനെയാണ് മുത്തുകളൊക്കെ തുന്നി കൊടുക്കുന്നതെന്നാണ് ഒരു മെത്തേഡ് നോക്കിയത്. ഇനി അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം ഒരു 3 മുത്തുകൾ തുന്നി കൊടുക്കുക. ആ 3 മുത്തുകൾക്ക് എത്ര ഗ്യാപ്പ് വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് തുന്നി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ മുത്തുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും നമ്മൾ കൊടുത്ത ആ ഒരു സ്റ്റിച്ച്. അപ്പോൾ ഇത് 3 മുത്തുകൾ ഞാനിവിടെ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ആദ്യത്തെയും രണ്ടാമത്തെയും മുത്തിൻ്റെ ഇടയിൽ ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. ഒന്നാമത്തെ രണ്ടാമത്തെ മുത്തിൻ്റെ ഇടയിലായിട്ട് ആ ലൈനിൽ വരുന്ന വിധത്തിൽ ഒന്ന് കുത്തിയെടുത്തിട്ട് ആ ബാക്കി വരുന്ന 2 മുത്തുകളില്ലേ, രണ്ടാമത്തെയും മൂന്നാമത്തെയും മുത്തുകളുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ ഒന്നുകൂടെ കോർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുത്തിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ അതവിടെ ഒന്ന് ലോക്കായി നിൽക്കും. ഇനി ആ ബാക്കി വരുന്ന നൂലിൽ അടുത്ത സെറ്റ് മുത്തുകൾ കോർത്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത സെറ്റ് ഒരു 2 മുത്തുകൾ എടുത്തിട്ട് തുന്നി കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അവസാനത്തിൽ നിന്ന് ഉള്ള 3 മുത്തുകൾ നോക്കുക. നമ്മൾ ലാസ്റ്റ് വരുന്ന 3 മുത്തുകൾ എടുത്തിട്ട് അതിൻ്റെ ഇടയിലൂടെ ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക. കണ്ടില്ലേ, വീണ്ടും അടുത്ത മുത്തുകൾ എടുത്തിട്ട് അവസാനത്തെ 3 തുന്നി കൊടുക്കുക ഇതേപോലെ. ഇങ്ങനെ നമ്മൾ ആദ്യം തുന്നി വെച്ച മുത്തിനോട് ചേർത്തിട്ട് രണ്ടാമത് നമ്മൾ തുന്നുന്ന മുത്തുകൾ
ചെയ്താൽ ഒന്നുകൂടെ ഉറച്ചിട്ട് നല്ല ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന മുത്തുകളൊക്കെ കറക്റ്റായിട്ട് അവിടെ നിൽക്കും. ആദ്യം ചെയ്ത ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്ത ആ ഒരു മെത്തേഡിനേക്കാളും കുറച്ചുകൂടെ ടൈം ഇതിന് എടുക്കും. എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ വൃത്തിയിൽ നിൽക്കുന്നത് ഈ ഒരു മെത്തേഡ് വഴിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ കൊണ്ടുപോയി നിർത്തുന്നത് എന്നൊന്ന് നോക്കാം. അവസാനം ഇതേപോലെ 2 മുത്തുകൾ തുന്നി കൊടുത്തിട്ട് ആ 3 എണ്ണത്തിൽ വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കത് തുണിയോട് ചേർത്തൊന്ന് തുന്നി കൊടുക്കാം. ഇനിയിപ്പോൾ 2 മുത്തുകൾ തന്നെ വേണമെന്നില്ല കേട്ടോ. അതിന് പകരം 1 മുത്തായാലും നമുക്ക് ഒരു ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നത് നോക്കാം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം വെച്ച സ്റ്റിച്ചിന് ആദ്യം കൊടുത്ത മെത്തേഡിൽ മുത്തുകളൊക്കെ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നുണ്ട്. ഇത് ഒന്നുകൂടെ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്, കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് ഫസ്റ്റ് മെത്തേഡ്, നമ്മൾ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്ത മെത്തേഡ്. ഇത് സെക്കൻഡ് മെത്തേഡ്. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ടൈം കുറച്ച് കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് ഈ ഒരു മെത്തേഡ് വഴിയാണ്. ഇതിന് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് സ്റ്റിച്ച് കൊണ്ടുപോയിട്ട് നിർത്തുന്നത് അതേ ഒരു രൂപത്തിൽ തന്നെ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കിട്ടിയത്. ആദ്യത്തേലേറെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് രണ്ടാമത്തെ ആ ഒരു മെത്തേഡ് വഴി നമുക്ക് കിട്ടി. ഇനി ഒരു മെത്തേഡും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നമ്മൾ മുഴുവൻ മുത്തുകളും തുന്നിയെടുത്തിട്ട് ഇതേപോലെ തുന്നി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഇടയിലൂടെ ഓരോരോ സ്റ്റിച്ചുകൾ കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ബാക്കിൽ നമ്മൾ കൊണ്ടുപോയി നിർത്തുന്നില്ല, അതിന് പകരം അവിടെ നിന്ന് ഇതേപോലെ നടുക്കുന്ന് കുത്തിയെടുത്തിട്ട് ഇടയിലായിട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കുക. അപ്പം ഇതും ഒരു രൂപമാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളിപ്പോൾ 3 ടൈപ്പ് നോക്കി. ഇതിലൊക്കെ ബെറ്റർ ആയിട്ടുള്ളത് എനിക്ക് തോന്നിയത് രണ്ടാമത്തെ ടൈപ്പാണ്. കണ്ടോ, ഇതിലൊക്കെ ഒരു കറക്റ്റ് നിൽക്കുന്നില്ല. ഈ ഒരു ടൈപ്പിൽ നമ്മൾ മുത്തുകളൊക്കെ നന്നായിട്ട് തുണിയോട് ചേർന്ന് തന്നെ നല്ല ഉറപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പാണ് നന്നായിട്ട് ഉള്ളതെന്ന് തോന്നുന്നു.
ഇനി നമുക്ക് അടുത്തത് ഇതുപോലത്തെ ഒരു ലൈൻ എങ്ങനെയാണ് കവർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് കാണിച്ചില്ലേ, ആ ഒരു മെത്തേഡാണ്, അതായത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടുള്ളൊരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ, മറ്റ് മെത്തേഡുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് കാണിച്ച ആ ഒരു ടൈപ്പ് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ, ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട്. ഞാനിതിൽ 2 മുത്തുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിന് പകരം 3 മുത്തുകളായാലും കുഴപ്പമില്ല. പക്ഷെ അതിൽ കൂടിപ്പോയരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മുത്തുകളുടെ അല്ലെങ്കിൽ സ്റ്റിച്ചുകളുടെ ഇടയിൽ ഗ്യാപ്പ് വരുമ്പോൾ അതിങ്ങനെ ഇളകി നിൽക്കും അതിൽ. ഈ ഒരു ലൈന് ഞാൻ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബാക്ക് സ്റ്റിച്ച് മാത്രമല്ല, നേരത്തെ കാണിച്ച ബാക്കിയുള്ള മെത്തേഡ്സ് വഴി നമുക്ക് മുത്തുകളൊക്കെ തുന്നി കൊടുക്കാം. പിന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള ആ മെത്തേഡ് വഴി ചെറിയ മുത്തു മാത്രമല്ല വലിയ മുത്തും തുന്നിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ തുന്നി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് മുത്തുകളാണെങ്കിലും നമുക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം.